ഇപ്പോൾ ക്രിക്കറ്റ് ഇപ്പം നിവിനൊക്കെ ഉണ്ടായിരുന്നു എന്നാ? നിവിൻ ഉണ്ടായിരുന്നു. ഇതിൽ ടർഫിൽ കളിക്കുന്ന സമയത്ത് നിവിന് ലൈക്ക് സ്പോർട്സിന് കണക്ട് ചെയ്തിട്ട് ഞാനൊരു കാര്യം പറയാം, സിനിമയുടെ കാര്യം. ഞങ്ങളുടെ ഫസ്റ്റ് ഓഡീഷൻ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയുടെ ഓഡീഷൻ അൽഫോൺസ് വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ഫോട്ടോസൊക്കെ അയക്കുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് എനിക്ക് നിവിനും റിപ്ലൈ വന്നു, അതായത് നമ്മൾ ലീനായിട്ട് ഫിറ്റായിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് കോളേജൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ, അതായത് സിനിമ ശ്രമം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമയിൽ വരണമെന്നുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്, ഒരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നൊരു പരിപാടി പോയിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് കൂട്ടുകാർ ഒരുമിച്ച് കൂടും, സംസാരിച്ചിരിക്കും, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പം അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് കാര്യം ചെയ്തത് ഇതാണ്, ഓഡിഷന് വേണ്ടി ഫോട്ടോസ് അയച്ചു. അപ്പം അന്ന് ഇച്ചിരി ബൾക്കാണ്, ഞങ്ങൾ രണ്ടും ഇച്ചിരി ബൾക്കാണ്. അന്ന് കോളേജൊക്കെ കഴിഞ്ഞ ടൈം ആയതുകൊണ്ട് ചെറിയ വെള്ളടി പരിപാടി അങ്ങനെ ഇടയ്ക്കൊക്കെ കൂടുതലുണ്ടാവുമല്ലോ വീടൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ അങ്ങനെ ഇച്ചിരി ബൾക്കിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിപ്ലൈ വിനീതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ലീനായിട്ടിരിക്കണം എന്നുള്ളൊരു പരിപാടി ആയിരുന്നപ്പോൾ ഞാനവിടെ ആലുവ സബ് ജയിൽ ഗ്രൗണ്ട് ഉണ്ട്, അവിടുത്തെ മെയിൻ ഗ്രൗണ്ടാണ്, അവിടെ ടൂർണമെൻറ്റ്സും പരിപാടിയൊക്കെ നടക്കുന്നത്. അവിടെ ഞാൻ കളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കുറേ ഫ്രണ്ട്സുണ്ട്, ഞാനവിടെ ഫുട്ബോൾ കളിക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ നിവിനെ എന്തായാലും വണ്ണം കുറയ്ക്കണമല്ലോ, ലീനാവണം. അപ്പോൾ ഞാനും നിവിനെ വിളിച്ചിട്ട്, നിവിനവിടെ കളിക്കാൻ വരാറില്ല, അപ്പോൾ ഞാനും അവനെ വിളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയി. അങ്ങനെ ഒരു ദിവസം കളിച്ച് കാലൊടിഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നത്. കാലൊടിഞ്ഞായിരുന്നു അന്ന്. ആവേശം മൂത്ത് ഫുട്ബോൾ കളിക്കാൻ, ഫുട്ബോൾ ഗോൾ അടിക്കാനായിട്ട് ആവേശം മൂത്ത് ഗോളിയുടെ കയ്യിൽ നിന്ന് വട്ടം വെട്ട് കിട്ടി, അങ്ങനെ കാലൊടിഞ്ഞു. അങ്ങനെ കാലൊടിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മൾ ഓഡീഷന് വേണ്ടി വിളിക്കുന്നത്. ഓഡീഷന് ചെല്ലുന്ന സമയത്ത് അല്ലല്ല, എറണാകുളത്ത് പാലാരിവട്ടത്തൊരു സ്റ്റുഡിയോയിലാണ്. അപ്പം ഞങ്ങൾ വിളിക്കുന്നു, അപ്പം ഞങ്ങൾ രണ്ടുപേരും പോകുന്നു. അപ്പം നിവിൻ ഈ കാലൊടിഞ്ഞ കാരണം വീട്ടിലിരുന്ന് ബിയേർഡ് താടി വളർന്ന് അങ്ങനത്തെ ഒരു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പം അങ്ങനെ ഓഡീഷന് ചെന്ന് കഴിഞ്ഞപ്പോൾ നിവിൻ വിനീത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് താടിയുള്ള ഒരാൾ വേണം എന്നുള്ള പ്രകാശന് വേണ്ടിയിട്ടുള്ള നോട്ടത്തിലായിരുന്നു. അങ്ങനെയാണ് നിവിൻ ഓഡീഷന് ചെല്ലുമ്പോൾ താടിയൊക്കെ വെച്ച് കറക്റ്റ് താടിയൊക്കെ വെച്ച് അവൻ്റെ കസിൻ ധീരജ്, ഇപ്പോൾ സിനിമയിലുള്ള ധീരജ് ഡെന്നിയുണ്ടല്ലോ, അപ്പോൾ അവനുണ്ട്, എൻ്റെ ഫ്രണ്ട് മജു ഉണ്ട്, ഞാനുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ ചെല്ലുന്നത്. മജുവൊക്കെ ഉണ്ട്, മജുവിനെ വെച്ചു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങനെ ഓഡീഷന് പോകുന്നത്. അങ്ങനെയാണ് ഈ താടി ഉള്ള പരിപാടിയിലാണ് അനുഗ്രഹം. അവനെ കൊണ്ട് ഓഡീഷൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ, കാലൊടിഞ്ഞെന്ന് വിചാരിച്ചു വിനീത് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടൊന്നുമില്ല. അവിടെ പക്ഷെ താടി ഒരു ഇതായിരുന്നു, ഫാക്ടറായിരുന്നു. കാലൊടിഞ്ഞാരണം വീട്ടിലിരുന്ന് താടി വളർത്തിയാണ്. ഓഡീഷൻ ആയോന്ന് വിചാരിച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു, താടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ കാരണം നന്നായത്.